الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാ അൽ മുലഖസുൽ ഫിഖ്ഹി എന്ന ഈ ഗ്രന്ഥത്തിലൂടെ നമസ്കാരത്തിന്റെ ഷുറൂത്തുകളെ സംബന്ധിച്ച് പറയുകയാണ്. കഴിഞ്ഞ ദർസിൽ നമ്മൾ നമസ്കാരത്തിന്റെ ഒരു ഷർത്താണ് വായിച്ചത്. ഒന്നാമത്തെ ഷർത്ത് ദുഖൂലു വഖ്തിഹ, ഫർദ് നമസ്കാരങ്ങൾക്ക് അതാതിന്റെ സമയം പ്രവേശിക്കുമ്പോഴാണ് നമസ്കരിക്കേണ്ടത്. സമയം പ്രവേശിച്ചാലേ നമസ്കാരം സ്വഹീഹാവുകയുള്ളൂ. ഓരോ നമസ്കാരങ്ങളുടെയും സമയത്തെ സംബന്ധിച്ചും സംസാരിച്ചു. ഇനി രണ്ടാമത്തെ നിബന്ധനയായി ഷർത്തായി പറയുന്നത് സത്റുൽ ഔറത്തി. അഷർത്തു സാനി സത്റുൽ ഔറ, ഔറത്ത് മറയ്ക്കുക എന്നുള്ളതാണ്. വമിൻ ഷുറൂത്തി സ്വലാത്തി സത്റുൽ ഔറത്തി, നമസ്കാരത്തിന്റെ ഷുറൂത്തുകളിൽ നിബന്ധനകളിൽപ്പെട്ടതാണ് ഔറത്ത് മറയ്ക്കുക എന്നത്. എന്തിനാണ് ഔറത്ത് എന്ന് പറയുന്നത്? വഹിയ മാ യജിബു തഗ്തിയതുഹു, നിർബന്ധമായും മൂടിവെക്കേണ്ടതിനാണ് ഔറത്ത് എന്ന് പറയുന്നത്. ഏതൊന്നിനെയാണോ മൂടിവെക്കൽ നിർബന്ധമായത് അതാണ് ഔറത്ത്. വയഖ്ബഹു ബുഹൂറുഹു, അതിനെ വെളിപ്പെടുത്തുക എന്നുള്ളത് മ്ലേച്ഛകരമാണ്, മോശമായിട്ട് കരുതപ്പെടുന്നതാണ്. വയുസ്തഹ്യാമിൻ, അത് വെളിപ്പെടുത്തുന്നതിനെ തൊട്ട് ഒരാൾക്ക് ലജ്ജ ഉണ്ടാകും. അപ്പോൾ ലജ്ജയുള്ളതായ ലജ്ജാകരമായ വെളിപ്പെടുത്തുന്നത് മോശമായ മൂടിവെക്കൽ നിർബന്ധമായ ഒന്നിനാണ് ഔറത്ത് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ ഐ ഇൻദ കുല്ലി സ്വലാത്തി. അല്ലയോ ആദം സന്തതികളെ, നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക, വസ്ത്രം ധരിച്ചുകൊണ്ട് അണിഞ്ഞൊരുങ്ങുക. എപ്പോഴാണ്? ഇൻദ കുല്ലി മസ്ജിദിൻ, ഓരോ മസ്ജിദിന്റെ സന്ദർഭത്തിലും എന്ന് പറഞ്ഞാൽ ഐ ഇൻദ കുല്ലി സ്വലാത്തി, ഓരോ നമസ്കാര വേളയിലും നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ ജാഹിലിയ കാലത്ത് അവർ കഅബ തവാഫ് ചെയ്യാൻ വരുമ്പോൾ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുമായിരുന്നു. ഇതിനെ വിലക്കിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത്. മക്ക മുശ്രിക്കുകൾക്ക് വസ്ത്രം ധരിക്കാതെ തവാഫ് ചെയ്യാൻ പ്രേരകമായത് ഷൈത്വാൻ അവരെ കബളിപ്പിച്ചതാണ്. ഷൈത്വാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഭവനത്തെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തവാഫ് ചെയ്യുക? ആ വസ്ത്രങ്ങൾ ധരിച്ചാണല്ലോ നിങ്ങൾ പാപങ്ങൾ ചെയ്തിരിക്കുന്നത്. അതേ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കഅബയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ തവാഫ് ചെയ്യുക? അതുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? കഅബ തവാഫ് ചെയ്യാൻ പാടില്ല എന്ന
എന്ത് ചെയ്തു? ആശയം ഷൈത്വാനാണ് മക്ക മുശ്രിക്കുകൾക്ക് തോന്നിപ്പിച്ചതെന്നാണ്. അപ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറയുന്നു അതാണ് അവൻ ഹിദായത്തിനു വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ സ്വീകരിക്കേണ്ടതാണ്. ബുദ്ധിക്ക് പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല. അള്ളാഹു നൽകുന്ന നിയമനിർദ്ദേശങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കരുത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സംഭവം പഠിപ്പിക്കുന്നുണ്ട്. അവർ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് ശരിയാകാം. പക്ഷെ ഒരു വിശ്വാസി എന്താണ് ചെയ്യുക? അള്ളാഹു എന്താണ് പറയുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറയുന്നത്, അതനുസരിച്ചായിരിക്കണം അവൻ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇതേ കുതന്ത്രം ഷൈത്വാൻ പല സ്ഥലങ്ങളിലും പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് അവർ ഇബാദത്ത് ചെയ്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞങ്ങൾ പാപികളാണ്, അള്ളാഹുവിനോട് നേരെ ദുആ ചെയ്താൽ എന്ത് ചെയ്യില്ല, അള്ളാഹു ഉത്തരം നൽകുകയില്ല, അല്ലെങ്കിൽ അത് മോശമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുത്ത അമ്പിയാക്കളോട് സ്വാലിഹീങ്ങളോട്. ഇത് ഷൈത്വാൻ പറഞ്ഞു കൊടുത്ത എന്തായിരുന്നു? കുതന്ത്രമായിരുന്നു. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ത് പറഞ്ഞു എന്നുള്ളതാണ് അവൻ എന്ത് ചെയ്യേണ്ടത്? സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമസ്കാരത്തിന്റെ സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഔറത്ത് മറയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ഔറത്ത് മറയ്ക്കണം എന്നല്ല പറഞ്ഞത്, പിന്നെയോ അണിഞ്ഞൊരുങ്ങണം, അലങ്കാരം, അതായത് നല്ല രീതിയിലുള്ള വസ്ത്രം ധരിക്കണം, ഭംഗിയാകണം എന്നാണ് പറഞ്ഞത്. അപ്പോ നമസ്കരിക്കുമ്പോൾ ഔറത്ത് മറയ്ക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവാണത്. ഇതേ പ്രകാരം തന്നെ ഔറത്ത് മറച്ചുകൊണ്ടാണ് നമസ്കരിക്കേണ്ടത് എന്നുള്ളത് തെളിയിക്കുന്ന ഹദീസും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ബലുല്ലാഹു സ്വലാത ഹായിദിൻ ഇല്ലാ ബിഖിമാരിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ നമസ്കാരം സ്വീകരിക്കുകയില്ല ഇല്ലാ ബിഖിമാരിൻ, ഖിമാർ കൊണ്ടല്ലാതെ. അതായത് അവരുടെ തല മറയ്ക്കുന്ന വസ്ത്രത്തിനാണ് ഖിമാർ എന്ന് പറയുന്നത്. അവിടെ ഹായിദ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ സ്ത്രീ. അപ്പോൾ ഹദീസും എന്ത് ചെയ്യുന്നുണ്ട്? ഔറത്ത് മറയ്ക്കണം, അത് നിർബന്ധമാണ് എന്നുള്ളതിലേക്ക് സൂചന നൽകുന്നുണ്ട്. മാത്രമല്ല ഖാല ഇബ്നു അബ്ദുൽ ബർ, ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹ് പറയുന്നു, അജ്മഉ അലാ ഫസാദി സ്വലാത്തി മൻ തറക തൗബഹു വഹുവ ഖാദിറുൻ അലൽ ഇസ്തിതാരി ബിഹി വസല്ല ഉരിയാന. ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട്, ഇജ്മാ ഉണ്ട്. ഖുർആൻ തെളിവാണ്, ഹദീസ് തെളിവാണ്. കൂടാതെ എന്താണ്? ഏകോപിച്ച അഭിപ്രായം, ഇജ്മാഉം ഈ വിഷയത്തിലുണ്ട്. എന്താണ് ഇജ്മാ? അലാ ഫസാദി സ്വലാത്തി മൻ തറക തൗബഹു, വസ്ത്രം ഉപേക്ഷിച്ച് കൊണ്ട് നമസ്കരിക്കുന്ന ഒരാളുടെ നമസ്കാരം എന്താണ്? അത് ഫസാദാണ്, അത് കേടുവന്നതാണ്. മൻ തറക തൗബഹു വഹുവ ഖാദിറുൻ അലൽ ഇസ്തിതാരി ബി വസല്ല ഉരിയാൻ. അവനാകട്ടെ ഏതവസ്ഥയിൽ അവൻ അവന്റെ ഔറത്ത് മറയ്ക്കാൻ ശേഷിയുള്ളവനാണ്, കഴിവുള്ളവനാണ്, വസ്ത്രം അവനുണ്ട്. എന്നിട്ടും ഒരാൾ വസ്ത്രം ഉടുക്കാതെ നഗ്നനായിക്കൊണ്ട് നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം എന്താവൂല? സ്വഹീഹാവുകയില്ല, അത് ഫസാദാകും, ബാത്തിലായി പോകും എന്നുള്ളതിൽ എന്തില്ല? ഖിലാഫില്ല. ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട്. അപ്പൊ ഔറത്ത് മറയ്ക്കൽ അനിവാര്യമാണ് എന്നുള്ളതിലേക്ക് ഖുർആൻ അറിയിക്കുന്നുണ്ട്, സുന്നത്ത് അറിയിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇജ്മാഉമുണ്ട് ഉലമാക്കളുടെ. ഫലാ ഖിലാഫ ഫീ വുജൂബി സത്രിൽ ഔറത്തി ഫി സ്വലാത്തി. എന്നിട്ട് മുസന്നിഫ് റഹ്മഹുല്ലാഹ് പറയാണ്, നമസ്കാരത്തിൽ ഔറത്ത് മറയ്ക്കൽ നിർബന്ധമാണ് എന്നുള്ളതിൽ ഖിലാഫില്ല. നമസ്കാരത്തിൽ മാത്രമാണോ? അല്ല. വബിഹദറത്തിൻ നാസി, ജനങ്ങളുടെ സാന്നിധ്യത്തിലും നമസ്കാരത്തിൽ മറയ്ക്കണം. കൂടാതെ ആരെങ്കിലും ജനങ്ങളുടെ അടുക്കൽ ജനസാന്നിധ്യത്തിലാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അപ്പോഴും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഔറത്ത് മറയ്ക്കൽ നിർബന്ധമാണ്. മാത്രമല്ല വഫിൽ ഖൽവത്തി അല സ്വഹീഹ്, സ്വഹീഹായ അഭിപ്രായ പ്രകാരം ഒരാൾ ജനങ്ങളുടെ ഇടയിലല്ല, തനിച്ചാണ്, ഖൽവത്തിലാണ്, എന്നാലും ഔറത്ത് മറയ്ക്കൽ എന്താണ്? നിർബന്ധമാണ് എന്നുള്ളതാണ്. 3 സന്ദർഭം ഇവിടെ മുസ്ലിം പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, നമസ്കാരത്തിൽ എന്ത് വേണം? ഔറത്ത് മറയ്ക്കണം. ജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഔറത്ത് മറയ്ക്കൽ നിർബന്ധമാണ്. മറ്റൊന്ന്, സ്വഹീഹായ അഭിപ്രായ പ്രകാരം എന്താണ്? തനിച്ചാണെങ്കിലും അവൻ എന്ത് ചെയ്യണം? ഔറത്ത് മറയ്ക്കണം എന്നുള്ളതാണ്. എന്താണ് ഇതിനുള്ള തെളിവ്? ലിഹദീസി മുആവിയ ബിൻ ഹൈദത്തുൽ ഖുശൈരി റളിയല്ലാഹു അൻഹു.
മുആവിയത്ത് ഇബ്നുൽ ഹൈദത്തുൽ ഖുശൈരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. എന്താണ് തെളിവ്? ആ ഹദീസ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫൽ ഔറതക ഇല്ലാ മിൻ സൗജതിക് ഔ മാ മലകത് യമീനുക്. നിന്റെ ഔറത്തിനെ നീ സൂക്ഷിക്കണം. ഔറത്ത് നീ എന്ത് ചെയ്യരുത്? വെളിപ്പെടുത്തരുത്. ആർക്കല്ലാതെ? ഇല്ലാ മിൻ സൗജതിക്, നിന്റെ ഭാര്യക്കല്ലാതെ. ഔ മാ മലകത് യമീനുക്, അല്ലെങ്കിൽ നിന്റെ വലത് കൈ ഒഴികെ അല്ലാതെ. അപ്പോ നിന്റെ ഭാര്യക്കോ അല്ലെങ്കിൽ നിന്റെ കീഴിലുള്ള അടിമസ്ത്രീ ഇവർക്കോ അല്ലാതെ നിന്റെ നഗ്നത എന്ത് ചെയ്യാൻ പാടില്ല? വെളിപ്പെടുത്താൻ പാടില്ല. അതിനെ നീ സൂക്ഷിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, ഖാൽ ഖുൽതു ഫഇദാ കാന അൽഖൗമു ബഅദുഹും ഫി ബഅദിൻ. എന്നാൽ പുരുഷന്മാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലുമാണ് എങ്കിൽ ഔറത്ത് വെളിപ്പെടുത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ ഇസ്തതഅത അൻ ലാ യറയന്നഹാ അഹദുൻ, നിനക്ക് സാധിക്കുമെങ്കിൽ ആരും എന്ത് ചെയ്യാൻ പാടില്ല? ഔറത്ത് കാണാൻ പാടില്ല. അപ്പോ എന്താണ്? ജനങ്ങളുടെ സാന്നിധ്യത്തിലാണെങ്കിലും എന്ത് വേണം? ഔറത്ത് മറയ്ക്കണം. ജനങ്ങളുടെ സാന്നിധ്യത്തിലും ഔറത്ത് മറയ്ക്കണം എന്ന് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. എന്നിട്ട് വീണ്ടും സഹാബി ചോദിക്കുകയാണ്, ഖുൽതു ഫഇദാ കാന അഹദുനാ ഖാലിയൻ, എന്നാൽ ഞങ്ങൾ ഒരാൾ തനിച്ചാണ്, ഖൽവത്തിലാണ്, അങ്ങനെയാണെങ്കിലോ? ഖാൽ, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഹഖു അൻ യുസ്തഹിയാ മിൻഹു മിനന്നാസ്. അല്ലാഹുവോടാണ് ജനങ്ങളോട് തോന്നുന്ന ലജ്ജയേക്കാൾ കൂടുതൽ ഒരാൾക്ക് ലജ്ജ തോന്നാൻ ഏറ്റവും അർഹനാരാണ്? അല്ലാഹുവാണ്. അപ്പോൾ ഒരാൾ തനിച്ചാണ് എങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുമെന്നുള്ള ലജ്ജയിൽ അവൻ ഔറത്ത് മറയ്ക്കുക എന്നുള്ളതാണ് എന്ത് വേണ്ടത്. അപ്പൊ തനിച്ചാണെങ്കിലും എന്ത് വേണം? ഔറത്ത് മറയ്ക്കൽ നിർബന്ധമാണ് എന്നുള്ളതിലേക്ക് ഇത് സൂചന നൽകുന്നുണ്ട്. വഖദ് സമ്മ അല്ലാഹു കശഫൽ ഔറതി ഫാഹിഷതൻ ഫീ ഖൗലിഹി അനിൽ കുഫാർ. ഇനി മുസ്നിഫ് റഹ്മഹുല്ലാഹ് പറയാണ്, ഔറത്ത് വെളിപ്പെടുത്തുക എന്നുള്ളത് അത് മ്ലേച്ഛ കൃത്യമാണ്, വളരെ മോശപ്പെട്ട കാര്യമാണ്. അത് കുഫാറുകളുടെ വാക്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞത് കാണാം, വഇദാ ഫഅലു ഫാഹിഷതൻ. അതായത് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ എന്ത് ചെയ്യുമായിരുന്നു? നഗ്നരായിക്കൊണ്ട് കഅബ തവാഫ് ചെയ്യുമായിരുന്നു. അവർ അതിന് ന്യായവും പറഞ്ഞു, ഞങ്ങൾ പാപങ്ങൾ ചെയ്യുന്നത് ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അതേ വസ്ത്രം ധരിച്ചുകൊണ്ട് കഅബക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തവാഫ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല അതിനെക്കുറിച്ച് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും, വഇദാ ഫഅലു ഫാഹിഷതൻ, അവർ ഒരു മ്ലേച്ഛകൃത്യം ചെയ്താൽ, ആ മ്ലേച്ഛകൃത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഈ നഗ്നത വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ നഗ്നത വെളിപ്പെടുത്തുക എന്നുള്ളതിനെ എന്താണ്? മ്ലേച്ഛകൃത്യമായി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ അവർ നഗ്നത പ്രദർശിപ്പിച്ചാൽ ഖാലു, അവർ പറയും, വജദ്നാ അലൈഹ ആബാഅന, ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കളെല്ലാം ഇങ്ങനെ തന്നെയാണ്. വല്ലാഹു അമറനാ ബിഹ, അല്ലാഹുവാണ് ഞങ്ങളോട് എന്ത് ചെയ്തത്? കൽപ്പിച്ചത്. ഖുൽ, നബി അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മ്ലേച്ഛ കൃത്യത്തിന് എന്ത് ചെയ്യില്ല? കൽപ്പിക്കുകയില്ല. അപ്പോൾ അവർ നഗ്നത വെളിപ്പെടുത്തിക്കൊണ്ട് തവാഫ് ചെയ്യുന്നതിന് അവർ അവരുടെ ന്യായങ്ങൾ കണ്ടെത്തി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ കഠിനമായ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മാതാപിതാക്കൾ ഇപ്രകാരം ചെയ്തത് കണ്ടിട്ടുണ്ട്, മാത്രമല്ല അള്ളാഹുവാണ് ഞങ്ങളോട് ഇത് കൽപ്പിച്ചിരിക്കുന്നത് എന്നത് ചെയ്തു. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നഗ്നത വെളിപ്പെടുത്തുക എന്നുള്ളത് എന്താണ്? അത് വളരെയധികം മ്ലേച്ഛകൃത്യമാണ്, ഫാഹിഷത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പരിചയപ്പെടുത്തുന്നത്. വകാനു യതൂഫൂന ബിൽ ബൈത്തി ഉറാതൻ, അവർ കഅബയെ നഗ്നരായി കൊണ്ട് തവാഫ് ചെയ്യുമായിരുന്നു. വയസ്ഉമൂന അന്ന ദാലിക മിനദ്ദീൻ, എന്നിട്ട് അവർ എന്താണ് വാദിക്കുക? ഇത് ദീനാണ് എന്നാണ് അവർ വാദിക്കുക. അപ്പൊ അവർ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ഈ പറയുന്ന ഈ കൃത്യം നിർവഹിക്കുക. യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിനെ തൊട്ട് അവരെന്ത് ചെയ്യാണ്? എന്താണ് ചെയ്യുക? അകറ്റിക്കളയുകയാണ് ചെയ്യുക. ഫകശ്ഫുൽ ഔറതി വന്നദുറു ഇലൈഹാ യജുറു ഇലാ ശർരിൻ ഖതീരിൻ,
അപ്പോൾ ഔറത്ത് വെളിപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഔറത്തിലേക്ക് നോക്കുക എന്നുള്ളത്, അത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന നാശത്തിലേക്ക് എന്ത് ചെയ്യും? ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും. ഔറത്ത് വെളിപ്പെടുത്തുന്നതും അതിലേക്ക് നോക്കുന്നതും. വഹുവ വസീലത്തുൻ ഇലൽ വുഖൂഇ ഫിൽ ഫാഹിഷതി വഹദമിൽ അഖ്ലാഖ്, കൃത്യമായ വ്യക്തമായ മ്ലേച്ഛകൃത്യത്തിലേക്ക്, അതായത് വ്യഭിചാരത്തിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കാനുള്ള മാർഗമാണ് എന്ത്? ഔറത്ത് വെളിപ്പെടുത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ മനുഷ്യരുടെ സ്വഭാവം ദുഷിപ്പിക്കുന്നതുമാണ് ഇപ്രകാരം ഔറത്ത് വെളിപ്പെടുത്തുന്നത്. കമാ ഹുവ മുശാഹദുൻ ഫിൽ മുജ്തമിആത്തിൽ മുതഹല്ലില അല്ലതി ضاعت കറാമതുഹാ വഹുദ്ദിമത് അഖ്ലാഖുഹാ, ഇത് ഇന്ന് സമൂഹത്തിൽ പ്രകടമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സകലതും അനുവദനീയമായി പ്രഖ്യാപിച്ച് ആളുകൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന, എന്തും ധരിക്കാം, ഏത് രീതിയിലും വസ്ത്രമുടുക്കാം എന്നുള്ള രീതിയിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുന്ന സമൂഹങ്ങളിൽ ഇത് വളരെ പ്രകടമാണ്. അവർ എന്ത് ചെയ്തിരിക്കുന്നു? ഈ വലിയ നാശത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. അവരുടെ മാന്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്വഭാവം എന്ത് ചെയ്തിട്ടുണ്ട്? ദുഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫന്തശറത് ഫീഹർ റദീല, അവിടെ വ്യഭിചാരം വ്യാപകമായി. വഉദിമത് ഫീഹൽ ഫദീല, ശ്രേഷ്ഠ സ്വഭാവങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഫസതുറുൽ ഔറതി ഇബ്ഖാഉൻ അലൽ ഫദീലതി വൽ അഖ്ലാഖ്, ഔറത്ത് മറക്കുക എന്നുള്ളത്, അത് ആവശ്യമില്ലെങ്കിൽ ഔറത്ത് മറക്കുക എന്നുള്ളത് ഒരാളുടെ ശ്രേഷ്ഠതയെ, അവന്റെ മാന്യതയെ, നല്ല സ്വഭാവത്തെ നിലനിർത്തുന്നതാണ്. വലിഹാദാ യഹ്രിസു ശൈത്വാനു അലാ ഇഗ്റാഇ ബനി ആദമ ബികശ്ഫി ഔറാത്തിഹിം, അതുകൊണ്ട് ഒരാൾ മനുഷ്യരെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ് ശൈത്വാനിന്റെ ചിന്ത. എങ്ങനെയാണോ ഒരു മനുഷ്യനെ വഴിതെറ്റിക്കുക, അവനെ തിന്മയിലേക്ക് കൊണ്ടുപോവുക, അതുകൊണ്ട് ഔറത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ ഔറത്ത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഉത്സാഹിച്ചു കൊണ്ടിരിക്കുകയാണ് ആര്? ശൈത്വാൻ. കാരണം ഏതുപോലെ വഖദ ഹദ്ദറനല്ലാഹു മിൻഹു ഫീ ഖൗലി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമ്മെ മനുഷ്യരെ എന്ത് ചെയ്യുന്നുണ്ട്? താക്കീത് നൽകുന്നുണ്ട്. യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, അല്ലയോ മനുഷ്യരെ, മനുഷ്യമക്കളെ, ആദമിന്റെ മക്കളെ, നിങ്ങളെ ശൈത്വാൻ ഫിത്നയിലാക്കാതിരിക്കട്ടെ, കുഴപ്പത്തിലാക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്നതി, നിങ്ങളുടെ മാതാപിതാക്കളെ ആദമിനെയും ഹവ്വാഇനെയും സ്വർഗത്തിൽ നിന്ന് അവൻ പുറത്താക്കിയതുപോലെ, യൻസിഉ അൻഹുമാ ലിബാസഹുമാ, അവരുടെ ഇരുവരുടെയും വസ്ത്രത്തെ അവരിൽ നിന്ന് എന്ത് ചെയ്തു? അഴിച്ചുമാറ്റി ശൈത്വാൻ. ലിയുരിയഹുമാ സൗആതിഹിമാ, അവരിരുവരെയും അവരുടെ നഗ്നത കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് മുഖേന ശൈത്വാൻ ആളുകൾ എന്ത് ചെയ്യാണ്? വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫിത്നയിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദം അലൈഹിസ്സലാം നിരോധിക്കപ്പെട്ടിരിക്കുന്നതായ പഴം കഴിക്കുന്നത് മുഖേന അവരുടെ നഗ്നത വെളിപ്പെട്ടു എന്നാണ്. അപ്പൊ ഇത് മനുഷ്യരെന്ത് ചെയ്യും? പിഴവിലാക്കും, നാശത്തിലാക്കും. ഷൈത്വാൻ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫകശ്ഫുൽ ഔറാത്തി മകീദത്തുൻ ഷൈത്വാനിയ, ഔറത്ത് വെളിപ്പെടുത്തുക എന്നുള്ളത് ഷൈത്വാനിന്റെ കുതന്ത്രമാണ്. ഖദ് വഖഅ ഫീഹാ കസീറുൻ മിനൽ മുജ്തമിആത്തിൽ ബശരിയ്യത്തിൽ യൗം, ഇക്കാലത്ത് ധാരാളം മനുഷ്യ സമൂഹത്തിൽ ഇത് ഈ ഒരു കുതന്ത്രം സംഭവിച്ചിട്ടുണ്ട്. വറുബ്ബമാ യുസമ്മൂന ദാലിക റുഖിയ്യൻ വതഫന്നുനൻ, പലപ്പോഴും അവരതിന് പേരിടുക പുരോഗമനം എന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കലയും സാഹിത്യവും ത്തിന്റെയും പേരിലാണ് എന്ത് ചെയ്യുക? ഔറത്ത് വെളിപ്പെടുത്തുക. ഫതകവ്വരത് നവാദിൽ ഉറാത്ത്, അങ്ങനെ നഗ്നരുടെ ക്ലബ്ബുകൾ വരെയും രൂപപ്പെട്ടിട്ടുണ്ട്. നഗ്നരായിക്കൊണ്ട് വസ്ത്രം ഉടുക്കാതെ നടക്കുന്ന വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ക്ലബ്ബുകൾ വരെയും. വതഫശ സുഫൂർ ഫിൻ നിസാ, അങ്ങനെ സ്ത്രീകൾ ലജ്ജയില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നത് വ്യാപകമായിരിക്കുന്നു. ഫഉരിദത് അജ്സാദുഹുന്ന അമാമ الرجال ബിലാ ഹയാഇൻ വലാ ഖജലിൻ, ഒരു ലജ്ജയുമില്ലാതെ നാണവുമില്ലാതെ പുരുഷന്മാരുടെ മുന്നിലൂടെ ശരീരം വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന സ്ത്രീകളും വ്യാപകമായിരിക്കുന്നു. മുസ്ലിം പറയുകയാണ്, അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിമേ, ഇന്നഹു യജിബു സത്റുൽ ഔറ, ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ബിമാ ലാ യസിഫു ബശ്റതഹ, എങ്ങനെയാണ് ഔറത്ത് മറക്കേണ്ടത്? ഔറത്ത് മറക്കുമ്പോൾ മറക്കുന്ന വസ്ത്രത്തിന് ചില വിശേഷണങ്ങൾ വേണം, ചില നിബന്ധനകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ലാ യസിഫു ബശ്റതഹ, ആ വസ്ത്രം എന്ത് ചെയ്യാൻ പാടില്ല? അവന്റെ തൊലിയുടെ നിറത്തെ വെളിപ്പെടുത്തുന്നതാകാൻ പാടില്ല.
തൊലിയുടെ നിറം കാണാൻ പറ്റുന്ന രീതിയിൽ നേർത്ത വസ്ത്രമാകാൻ പാടില്ല. എന്തായിരിക്കണം? കട്ടിയുള്ള വസ്ത്രമായിരിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതിക്കും. അല്ലയോ ആദമിന്റെ മക്കളെ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നാം നിങ്ങൾക്ക് വസ്ത്രം നൽകിയിട്ടുണ്ട്. എങ്ങനെയുള്ള വസ്ത്രമാണ്? യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നതയെ മറക്കാൻ പറ്റുന്നത്. അപ്പോൾ നഗ്നത മറയണം. വസ്ത്രം എടുത്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിലൂടെ ശരീരത്തിന്റെ നിറം പുറത്ത് കാണിക്കുന്നതാണ് എങ്കിൽ എന്താവൂല? അത് ശരിയായ ഔറത്ത് മറക്കലാവുകയില്ല. ഫമുവാറാത്തുൽ ഔറത്തി ബിൽ ലിബാസി അസ്സാതിരി അംറുൻ മത്ലൂബൻ. അപ്പോൾ ഔറത്തിനെ മറക്കുന്ന വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിക്കുക എന്നുള്ളത് തേടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഔറത്ത് മറക്കുക എന്നുള്ളത് കൊണ്ട് തേടപ്പെടുന്നത് എന്താണ്? അത് മുഖേന നഗ്നത എന്തിരിക്കണം? മറഞ്ഞിരിക്കണം. അപ്പോ വവാജിബുൻ മത്ലൂബുൻ വവാജിബുൻ നിർബന്ധമായതാണ്. അപ്പോൾ എങ്ങനെയുള്ള വസ്ത്രമായിരിക്കണം? കട്ടിയുള്ള വസ്ത്രമായിരിക്കണം. അതേപോലെ തന്നെ അത് ശുദ്ധമായതായിരിക്കണം. ശേഷം നജസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസാരിക്കും. അതായത് നമസ്കാരത്തിന്റെ നിബന്ധനകളിൽപ്പെട്ട മറ്റൊന്നാണ് നജസിനെ നീക്കം ചെയ്യുക. അപ്പോൾ വസ്ത്രത്തിൽ എന്തുണ്ടാകാൻ പാടില്ല? നജസ്സുണ്ടാകാൻ പാടില്ല. നജസില്ലാത്തതായ വസ്ത്രമായിരിക്കണം. അതേപോലെ അനുവദനീയമായ വസ്ത്രമായിരിക്കണം. മുബാഹായിരിക്കണം. പിടിച്ചുപറിച്ച വസ്ത്രമാകാൻ പാടില്ല. മോഷ്ടിച്ചെടുത്തതാകാൻ പാടില്ല. അല്ലെങ്കിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പട്ടുകൊണ്ടുള്ള വസ്ത്രമാകാൻ പാടില്ല. അതല്ലെങ്കിൽ സ്വർണം വെള്ളി പോലുള്ളത് കൊണ്ട് തുന്നിച്ചേർക്കപ്പെട്ടതായ ആഡംബരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളാകാൻ പാടില്ല. നിഷിദ്ധങ്ങളായതാണ്. അപ്പൊ അനുവദനീയമായ ശുദ്ധമായ ശരീരത്തെ മറക്കാൻ പര്യാപ്തമായ വസ്ത്രമായിരിക്കണം ഔറത്ത് മറക്കാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയാണ്, വഹദ്ദു ഔറത്തിർ റജുലി, ഒരു പുരുഷന്റെ ഔറത്തിന്റെ ഹദ്, അതിന്റെ അതിർത്തി, അത് ദക്കറായത് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായപൂർത്തിയായതും ആകാത്തതുമായ പുരുഷന്മാർക്ക് എന്ന് പറയും. അത് ദക്കർ എന്ന് പറയും. പ്രായപൂർത്തിയായ പുരുഷനാണ് അർറജുൽ എന്ന് പറയുക. ഇവിടെ വഹദ്ദു ഔറത്തിർ റജുലി, പുരുഷന്റെ ഔറത്തിന്റെ ഹദ്, അതിന്റെ അതിർത്തി, അതായത് അത് ദക്കറായ, അതായത് പുരുഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്താണ്? പ്രായപൂർത്തിയായതാകട്ടെ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാകട്ടെ, മുമയ്യിസായ, നമസ്കാരം നിർവഹിച്ചാൽ സ്വഹീഹാകുന്നതായ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിലും അവരുടെ ഔറത്തിന്റെ ഹദ് അതെന്താണ്? മിനസുറത്ത് ഇല റുക്ബ, പൊക്കിൾ മുതൽ റുക്ബത്ത് വരെയാണ്, മുട്ടുവരെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത്. ഇത് ആണ് ഒരാൾ നമസ്കരിക്കുമ്പോൾ ഇതെങ്കിലും മറച്ചാലേ നമസ്കാരം സ്വഹീഹാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇത് മറച്ചിട്ട് നമസ്കരിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് ഒരാൾ നമസ്കരിക്കുമ്പോൾ നമസ്കാരം സ്വഹീഹാകണമെങ്കിൽ എന്ത് വേണം? ഈ ഭാഗം അനിവാര്യമായി മറച്ചിരിക്കണം. അപ്പോ മറക്കേണ്ടതിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് എന്ത്? മുട്ടുമുതൽ പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗം. അത് മറച്ചാലേ മതിയാകൂ എന്നർത്ഥം. അത് മറച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താവില്ല? നമസ്കാരം സ്വഹീഹാവുകയില്ല എന്നുള്ള അർത്ഥത്തിനാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുദൂ സീനത്തക്കും എന്നാണ് പറഞ്ഞത്. ഔറത്ത് മറക്കുക എന്നുള്ളതല്ല പറഞ്ഞത്. പിന്നെയോ നമസ്കാര വേളയിൽ നല്ല ഭംഗിയാവുക എന്നുള്ളതാണ് വേണ്ടത്. അതാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരാൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. എന്നാൽ മുട്ടുപൊക്കളിനുള്ള ഇടയിലുള്ള ഭാഗം മറക്കുക എന്നുള്ളത് എന്താണ്? അനിവാര്യമാണ്, നിർബന്ധമാണ് എന്നുള്ള അർത്ഥത്തിനാണ് ഈ അതിർത്തി പറയുന്നത്. എന്താണ് ആ ഭാഗം മറച്ചിരിക്കണം എന്നുള്ളതിന് തെളിവ്? ഹദീസ് അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ലാ തുബ്രിസ് ഫഖ്ദക്, നിന്റെ തുട നീ വെളിപ്പെടുത്തരുത്. വലാ തൻദുർ ഇലാ ഫഖ്ദി ഹയ്യിൻ ഔ മയ്യിത്തിൻ, ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ചെയ്ത, ജീവനുള്ളയാളുടേതോ മരിച്ചയാളുടേതോ ഫഖ്ദിലേക്ക്, തുടയിലേക്ക് നീ നോക്കുകയും ചെയ്യരുത് എന്നുള്ളതായ ഹദീസാണ് ഇതിനുള്ള തെളിവ്. ഇമാം അബൂ ദാവൂദും ഇബ്നു മാജയും ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസിൽ കാണാം, വഫിൽ ഹദീസിൽ ആഖർ ഗത്തി ഫഖ്ദക ഫഇന്നൽ ഫഖ്ദ ഔറ, നിന്റെ തുട നീ മറച്ചുകൊള്ളുക. ഫഇന്നൽ ഫഖ്ദ ഔറത്തുൻ, കാരണം തുട എന്താണ്?
ഔറത്താണ് എന്നുള്ളതായ ഹദീസാണ്. ഇമാം മാലിക്കും അഹ്മദും തുർമുദിയുമെല്ലാം ഉദ്ധരിച്ചിരിക്കുന്നതായ ഹദീസാണ്. അപ്പോൾ വെട്ടുപൊക്കളിനിടയിലുള്ള ഭാഗം മറച്ചിരിക്കണം. അതിൽ പെട്ടതാണ് എന്തും ഒരാളുടെ തുടയും മറയ്ക്കുക എന്നുള്ളത്. വമഅ ഹാദാ കുല്ലി, ഇങ്ങനെയൊക്കെ ആയിരിക്കെ തന്നെ നറാ മഅൽ അസഫി ഷദീദ്, ദുഃഖകരമെന്ന് പറയട്ടെ, ഖേദകരമെന്ന് പറയട്ടെ, കസീറൻ മിനൽ റിജാലി നറാ കസീറൻ മിനൽ റിജാലി ഇൻദമാ യുസാവിലൂനൽ അൽആബ്, ധാരാളം ആളുകളെ നാം കാണുന്നു, അവർ അവരുടെ കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടുമ്പോൾ യക്ഷിഫൂന അഫ്ഖാദഹും, അവരുടെ തുടയെ അവരെന്ത് ചെയ്യുന്നു, വെളിപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. വലാ യഗുത്തൂന ഇല്ലൽ ഔറത്തൽ മുഗല്ലദ, അവർ ഔറത്തുൽ മുഗല്ലദയെ അല്ലാതെ മറക്കുന്നില്ല. മുഗല്ലദായ ഔറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻഭാഗവും പിൻഭാഗവുമാണ്. മലമൂത്ര വിസർജനം നടത്തുന്ന മുൻഭാഗവും പിൻഭാഗവുമാണ് എന്ത് ചെയ്യുക, മുഗല്ലദായ ഔറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രം മറച്ചുകൊണ്ട് തുട വെളിപ്പെടുത്തിക്കൊണ്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നു, പരസ്യമായി കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടുന്നു. വഹാദിഹി മുഖാലഫത്തുൻ സ്വരീഹത്തുൻ ലിഹാദിഹി നുസൂസ്, നേരത്തെ പറഞ്ഞ ഈ ഹദീസുകളോട് സ്വരീഹായ വ്യക്തമായ എതിരിടലാണ്, എതിര് കാണിക്കലാണ്. തുട കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ആളുകളുടെ മുന്നിൽ കളിക്കുക എന്നുള്ളത്. ഫൽവാജിബു അലൈഹിം അത്തനബ്ബുഹു ലിദാലിക്, ഈ വിഷയത്തെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക എന്നുള്ളത്, ഉണരുക എന്നുള്ളത് അവരുടെ മേൽ നിർബന്ധമാണ്. വത്തഖയ്യുദു ബിഅഹ്കാമി ദീനിഹിം, ദീനിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് ചെയ്യുക എന്നുള്ളതും. വഅദമുൽ ഇൽതിഫാതി ലിമാ യുഖാലിഫുഹ, അതിന് വിരുദ്ധമായി ചെയ്യുന്ന ആളുകളിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക എന്നുള്ളതും. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യേണ്ടതുണ്ട്, അവരുടെ ഔറത്ത് നിർബന്ധമായും മറക്കേണ്ടത് പൊക്കിൽ മുതൽ മുട്ടുവരെയും എന്ത് ചെയ്യേണ്ടതുണ്ട്, മറക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് ഔറത്താണ്. അത് ഔറത്തല്ല, തുടയും മറ്റുമെല്ലാം ഔറത്തല്ല എന്ന് വാദമുള്ള ചില ആളുകളുണ്ട്. പക്ഷേ അതെന്താണ്, സ്ഥിരപ്പെട്ടിരിക്കുന്ന തെളിവുകളൊന്നും തന്നെ അതിനില്ല. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ കുതിരയിൽ സഞ്ചരിക്കുമ്പോൾ, ഒരു ഇടവഴിയിലൂടെ കുതിരയിൽ സഞ്ചരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിനു മേലെ കണ്ടതായി ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അത് എന്തല്ല, അത് മുട്ടിന് മുകളിലുള്ള ഭാഗം ഔറത്തല്ല എന്നുള്ളതിലേക്കുള്ള തെളിവല്ല. ഉലമാക്കൾ അതിന് വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരയെ ഓടിക്കുന്ന സമയമാണ്, തിരക്കുള്ള സമയമായിരുന്നു, ഇടുങ്ങിയ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ സമയത്ത് എന്ത് ചെയ്താണ്, മനഃപൂർവ്വമല്ലാതെ വെളിപ്പെട്ടത് മാത്രമാണ്. അത് ഔറത്തല്ല എന്നുള്ളതിലേക്കുള്ള തെളിവല്ല. മറ്റ് ഒരു ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ചില ആളുകൾ പറയലുണ്ട്. അത് ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടയോ അല്ലെങ്കിൽ സാക്കോ, സാക്ക് എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴെയുള്ള ഭാഗമാണ്, വെളിപ്പെടുത്തിയതായ നിലയിൽ കിടക്കുകയായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടേക്ക് കടന്നു വന്നു, ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭാഗം മറച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിരുന്നുകൊണ്ട് മറച്ചു വെച്ചു. മലക്കുകൾ വരെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ലജ്ജ കാണിക്കുന്നു. അപ്പൊ പിന്നെ എങ്ങനെയാണ് ലജ്ജ കാണിക്കാതിരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നുള്ളതാണ്. ഈ ഹദീസും അതിനുള്ള തെളിവല്ല. കാരണം ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ ആ ഹദീസിൽ പറയുന്നത് തുടയോ അതോ സാക്കോ, മുട്ടിന് താഴെയുള്ള ഭാഗമോ, അവിടെ എന്തെങ്കിലും ഉറപ്പായും തുടയാണെന്ന് എന്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതും എന്തിനുള്ള തെളിവല്ല. മുട്ടിനു മേലെ തുറന്നിടൽ അനുവദനീയമാണ് എന്നുള്ളതിലേക്ക് സ്വരീഹായ തെളിവായിട്ട് ഉദ്ധരിക്കപ്പെടുന്നതല്ല എന്നുള്ളതാണ്. വേറെയും ആ അഭിപ്രായത്തെ ഖണ്ഡിക്കുന്ന വേറെയും തെളിവുകൾ ഉലമാക്കൾ പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുട്ടുപൊക്കിളിനോട് ഇടയിലുള്ള ഭാഗം അവരെന്ത് ചെയ്യണം, മറയ്ക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഇനി വൽ മർഅതു കുല്ലുഹാ ഔറ, സ്ത്രീയുടെ കാര്യത്തിൽ സ്ത്രീയുടെ ഔറത്ത് ഏതാണ്, സ്ത്രീയുടെ ശരീരം മുഴുവനും ഔറത്താണ് എന്നുള്ളതാണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മർഅതു ഔറ, കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്ത്രീ ഔറത്താണ്, അവൾ അവളുടെ ശരീരം മുഴുവനും എന്ത് ചെയ്യേണ്ടതുണ്ട്, മറക്കേണ്ടതുണ്ട്. സ്വഹഹഹു തിർമിദി, നാം തിർമിദി ഉദ്ധരിക്കുന്നതായ ഹദീസാണ്. അതേപോലെ വലിയ ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുമുണ്ട്. ആ ഹദീസ് പ്രകാരമാണ്, അതുസല്ലിൽ മർഅതു ഫീ ദിർഇൻ വഖിമാരിൻ
വലൈസ അലൈഹാ ഇസാറുൻ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഒരു സ്ത്രീ അവൾ ദിർഉം ഖിമാറും മാത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാമോ? വലൈസ അലൈഹാ ഇസാറുൻ, ഇസാർ ഇല്ലാതെ. ഖിമാർ എന്ന് പറഞ്ഞാൽ തല മറയ്ക്കുന്ന വസ്ത്രമാണ്, മുടി മറയ്ക്കുന്ന വസ്ത്രമാണ്. ദിർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, കഴുത്തിന് താഴേക്ക് സ്ത്രീകളിടുന്ന അവരുടെ നീളക്കുപ്പായമാണ്. ഇത് രണ്ടും ധരിച്ചുകൊണ്ടൊരു സ്ത്രീക്ക് നമസ്കരിക്കാമോ എന്നുള്ളതാണ്. വലൈസ അലൈഹ ഇസാറുൻ, അത് കൂടാതെ ഒരു ഉടുമുണ്ട് ആവശ്യമില്ലാതെ. അപ്പൊ ഖാൽ അവിടുന്ന് പറഞ്ഞു, ഇദാ കാന ദിർഉ സാബിഗൻ യുഗത്തി ദുഹൂറ ഖദമൈഹാ. ഈ പറയുന്ന ദിർഅ, ഈ നീളമുള്ള വസ്ത്രം, അത് സാബിഗാണ് എങ്കിൽ, അതായത് നീളമുള്ള താഴ്ന്നു കിടക്കുന്ന വസ്ത്രമാണെങ്കിൽ, എപ്രകാരമാണത്? യുഗത്തി ദുഹൂറ ഖദമൈഹ, രണ്ട് കാൽപാദത്തിന്റെയും മേൽഭാഗം ദുഹൂർ മറയ്ക്കുന്ന രീതിയിൽ സാബിഗാണ്, നീളമുള്ള വസ്ത്രമാണ് എങ്കിൽ എന്തല്ല, കുഴപ്പമില്ല, അതിന് നമസ്കരിക്കാം. അപ്പോ സ്ത്രീ നമസ്കരിക്കുന്ന സമയത്ത് നിർബന്ധമായും ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ മറച്ചിരിക്കേണ്ടത് ഇതാണ്, തല മറച്ചിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, നീളമുള്ള ഒരു വസ്ത്രം കൊണ്ട്, ആ നീളമുള്ള വസ്ത്രം കാൽപാദം വരെയും മറയ്ക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള വസ്ത്രം ധരിച്ചാലേ എന്താവും, നമസ്കാരം സ്വഹീഹാവുകയുള്ളൂ. അവരുടെ പൂർണ്ണത എന്നുള്ളത് അതിന്റെ മേലെ എന്ത് ചെയ്യുക, ഒരു സാധാരണ നമസ്കരിക്കുമ്പോൾ ഒരു കുപ്പായം ഉണ്ടല്ലോ, അതുപോലെ ഒരു കുപ്പായം കൂടി എന്ത് ചെയ്യുക, ധരിക്കുക എന്നുള്ളതാണ്. അതായത് സാധാരണ അവർ ധരിച്ചിരിക്കുന്നതായ വസ്ത്രത്തിന്റെ മേലെ ഇങ്ങനൊരു വസ്ത്രം കൂടി ധരിക്കുക എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണത. നമസ്കാരത്തിൽ അപ്രകാരമായിരിക്കണം. മാത്രമല്ല, വലിയ അബീ ദാവൂദിൻ വത്തിർമിദി വബ്നു മാജ മിൻ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായ ഇമാം അബൂ ദാവൂദും തിർമിദിയും ഇബ്നു മാജയും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത ഹായിദിൻ ഇല്ലാ ബിഖിമാരിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹായിദിന്റെ, ഹായിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയായ സ്ത്രീയാണ്, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ നമസ്കാരത്തെ സ്വീകരിക്കുകയില്ല ഇല്ലാ ബിഖിമാരിൻ, ഖിമാർ കൊണ്ടല്ലാതെ, തല മറച്ചുകൊണ്ടല്ലാതെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരത്തിൽ മറക്കൽ അനിവാര്യമായ കാര്യം, തല മറക്കൽ നിർബന്ധമാണ്, ഇജ്മാഅാണ്, അഭിപ്രായ വ്യത്യാസമില്ല. അതേപോലെ തന്നെ, അതായത് സ്ത്രീകൾ നമസ്കാരത്തിൽ മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ചർച്ചയുള്ള വിഷയങ്ങൾ 4 അതിലൊന്ന് തലയാണ്. തല മറയ്ക്കൽ എന്താണ്, നിർബന്ധമാണ്, തർക്കമില്ല. അതേപോലെ തന്നെ കാൽപാദമാണ്, കാൽപാദവും എന്ത് ചെയ്തിരിക്കണം, മറച്ചിരിക്കണം അനിവാര്യമായി, അതിലും തർക്കമില്ല. മറ്റൊന്ന് മുഖവും അതേപോലെ തന്നെ 2 മുൻകൈകളുമാണ്. മുഖവും മുൻകൈകളും അന്യപുരുഷന്മാരില്ലാത്തതായ സമയത്താണ് എങ്കിൽ അത് തുറന്നിടുക എന്നുള്ളതാണെന്ത്, അടിസ്ഥാനം. നമസ്കാരത്തിന്റെ സമയത്ത് അത് തുറന്നിടുക എന്നുള്ളതാണെന്ത്, അടിസ്ഥാനം. അന്യപുരുഷന്മാരുള്ള സമയത്താണെങ്കിൽ അതും എന്ത് ചെയ്യാം, മറക്കുക എന്നുള്ളതാണ് വേണ്ടത്. വഖാല തുർമിദി, ഇമാം തുർമിദി പറയുന്നു, വൽ അമലു അലൈഹി ഇൻദ അഹ്ലിൽ ഇൽം അന്നൽ മർഅത ഇദാ അദ്റകത് ഫസല്ലത് വശൈഉൻ മിൻ ഔറതിഹാ മക്ശൂഫുൻ ലാ തജൂസു സ്വലാത്തുഹാ. അഹ്ലുൽ ഇൽം, ഉലമാക്കൾ ഈ ഒരു കാര്യത്തിന്റെ മേലാണ് അവർ അമൽ ചെയ്തു വന്നിരിക്കുന്നത്. അതായത് ഒരു സ്ത്രീ എന്ത് ചെയ്യണം, അവൾക്ക് നമസ്കാരത്തിന്റെ സമയമായാൽ ഈ പറയുന്ന രീതിയിൽ ഔറത്ത് മറയ്ക്കണം. അതല്ല, ഈ പറയുന്ന ഔറത്ത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ നമസ്കാരം എന്താവില്ല, അനുവദനീയമാവുകയില്ല എന്നുള്ളതാണ് ഉലമാക്കൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്. എന്നിട്ട് മുസ്ലിം പറയുന്നു, ഹാദിഹിൽ അഹാദീഥു, ഈ ഹദീസുകൾ മഅ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വാക്യത്തോടുകൂടെ, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുലതിഹിൻ. അപ്പോ ഈ പറയുന്ന ഹദീസുകൾ അതിനുള്ള തെളിവാണ്. സ്ത്രീകൾ എന്ത് ചെയ്യണം, ഔറത്ത് ഈ പറയുന്ന രീതിയിൽ മറക്കണം എന്നുള്ളതിലേക്ക്. അതേപോലെ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകളുമുണ്ട്, വലാ യുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ അഴക് വെളിപ്പെടുത്താതിരിക്കട്ടെ, അവരുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത്, വെളിപ്പെടുത്താതിരിക്കണം.
എന്തൊഴികെ, എന്താണ് വെളിപ്പെടുത്താവുന്നത്? ഇല്ലാമ ഒന്നൊഴികെ, വഹറ മിൻഹ, ആ ഒന്ന് അവരിൽ നിന്ന് സ്വയം അവർ വെളിപ്പെടുത്തിയതല്ല, അവരിൽ നിന്ന് സ്വയം വെളിപ്പെട്ടതായ ഒന്നൊഴികെ, അതിന്റെ പേരിൽ അവരെന്താവൂല, കുറ്റക്കാരാവുകയില്ല. ഏതാണ് ഈ മാ വഹറ മിൻഹ? ഉലമാക്കൾ അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്താണ്, അത് സ്ത്രീകൾ അവരുടെ വസ്ത്രം കൊണ്ട് ശരീരം മുഴുവൻ മറച്ചാലും അവരിലേക്ക് നോക്കുന്നത് ഉണ്ടാകുന്ന ഒരു ആകർഷണീയതയുണ്ട്. അതാണ് വെളിപ്പെടുന്ന. വസ്ത്രം കൊണ്ട് മൂടിയിരിക്കുന്ന സ്ത്രീയാണെങ്കിൽ പോലും അവർക്കുള്ള ഒരു അഴകുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. അത് അവർക്ക് മറച്ചു വെക്കാൻ പറ്റാത്തതാണ്. അത് സ്വയമേ വെളിപ്പെടുന്നതാണ്. അത് എന്ത് ചെയ്യാൻ പറ്റൂല, മറച്ചു വെക്കപ്പെടാൻ പറ്റാത്തതായ അഴകാണ്. അത് പൂർണ്ണമായും മൂടിയിരിക്കുന്ന ശരി അതാണ് എന്നുള്ളതാണ് ഒരഭിപ്രായം. ചില ഉലമാക്കൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്, മുഖവും മുൻകൈയും എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽയദ്രിബിന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, എന്നിട്ട് അല്ലാഹു പറയാണ് അവർ അവരുടെ ഖിമാറുകൾ അവരുടെ ജുയൂബുകളുടെ മേൽ, മുൻഭാഗത്തിന്റെ മേൽ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. ഖിമാറുകൾ സാധാരണ ജാഹിലിയ കാലഘട്ടത്തിലും സ്ത്രീകൾ ഖിമാർ ധരിക്കുമായിരുന്നു. അത് തലയാണ് മറയ്ക്കുന്നത്, തലയിൽ നിന്ന് നെറ്റിൽ താഴേക്കാണ് മറയ്ക്കുക. അതെന്ത് ചെയ്യണം, അത് താഴ്ത്തി മുൻഭാഗത്തേക്ക് ഇട്ടുകൊള്ളട്ടെ. സ്വാഭാവികമായിട്ടും അവരുടെ മുഖവും ചെയ്യും, അത് മുഖേന മറയും. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഊലതിഹിന്ന, അവർ അവരുടെ ഭംഗി അവരുടെ ഭർത്താക്കന്മാർക്കല്ലാതെ വെളിപ്പെടുത്താൻ പാടില്ല എന്ന് തുടങ്ങുന്നതായ ആയത്ത് ഇതിനുള്ള തെളിവാണ്. മാത്രമല്ല വീണ്ടും അള്ളാഹു പറയുന്നു, യാ അയ്യുഹൻ നബിയു, അല്ലയോ നബിയെ, ഖുൽ അസ്വാജിക്, താങ്കളുടെ പത്നിമാരോട് പറയണം, ബനാതിക്, താങ്കളുടെ പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ സ്ത്രീകളോട്, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവർ അവരുടെ ജിൽബാബുകൾ അവരുടെ മേൽ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ. ജിൽബാബ് ധരിക്കണം. ജിൽബാബ് എന്ന് പറയുന്നത് തല മുതൽ കാൽപാദം വരെയും മറയുന്ന എന്താണ്, നീളമുള്ള വസ്ത്രമാണ്. ഉലമാക്കൾ ഇമാം ഇബ്നു സീരീൻ റഹിമഹുള്ളയെ പോലുള്ളവർ ജിൽബാബ് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രം കൊണ്ട് എന്ത് ചെയ്തു, ഒരു കണ്ണൊഴികെ ബാക്കിയുള്ളതെല്ലാം മൂടി കാണിച്ചു കൊടുത്തു എന്നാണ്. ഇതാണ് ജിൽബാബ് എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ അല്ലാഹു തആല പറയുന്നു, വഇദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബിൻ, നിങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരോട് എന്തെങ്കിലും ആവശ്യങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിൽ ഹിജാബിന് പിറകിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദിക്കട്ടെ, മറയുടെ പിന്നിൽ നിന്നുകൊണ്ടാണ് ചോദിക്കേണ്ടത്. ദാലികും അത്ഹറു ലിഖുലൂബികും വഖുലൂബിഹിൻ, നിങ്ങളുടെ ഹൃദയത്തിനും അവരുടെ ഹൃദയത്തിനും അതാണ് ഏറ്റവും ശുദ്ധമായത്, പരിശുദ്ധമായത്. അപ്പോ സ്വഹാബികളോടാണ് അല്ലാഹു പറയുന്നത്. സ്വഹാബികളുടെ ഹൃദയമാണ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഏറ്റവും നല്ല ഹൃദയം. ഹൃദയങ്ങളിൽ ഏറ്റവും നല്ല ഹൃദയത്തെ അല്ലാഹു തെരഞ്ഞെടുത്തതാണെന്നാണ് സ്വഹാബികളുടെ. അവരെയാണ് അല്ലാഹു സ്വഹാബികളാക്കിയത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാരെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ അവരോട് നേരിട്ട് സംസാരിക്കാതിരിക്കുക, മറയില്ലാതെ അവരുടെ മുന്നിൽ വരാതിരിക്കുക. അതാണെന്ത്, സ്വഹാബികൾക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിമാർക്കും ഏറ്റവും ഉചിതമെന്ന് അല്ലാഹു പറയണം. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? മറയില്ലാതെ സ്വതന്ത്രമായി നടക്കാം എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹരിമാത്തിൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇഹ്റാമിലായിരിക്കെ, ഫഇദാ മർറ ബിനൽ റിജാൽ സദലത് ഇഹ്ദാന ഖിമാറഹാ അലാ വജ്ഹിഹാ, ഞങ്ങളുടെ അരികിലൂടെ പുരുഷന്മാർ നടന്നുപോയാൽ ഞങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യും, തലമറയ്ക്കുന്ന ഖിമാർ എന്ത് ചെയ്യും, താഴ്ത്തിയിടും, അലാ വജ്ഹിഹ, മുഖത്തേക്ക്. അതായത് ഹജ്ജിന് ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിഖാബ് ധരിക്കാൻ പാടില്ല എന്ന് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഓരോ അവയവങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തുന്നിയ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് നിരോധനമുണ്ട്. അതായത് ഷർട്ട് ധരിക്കാൻ പാടില്ല, കമീസ് ധരിക്കാൻ പാടില്ല, പാന്റ് ധരിക്കാൻ പാടില്ല, അതേപോലെ തലപ്പാവ് ധരിക്കാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പാടില്ല. കമീസ് പാടില്ല, പാന്റ് പാടില്ല, അതേപോലെ തല മുതൽ താഴേക്ക് ഉള്ള ഒരു വസ്ത്രമുണ്ട്, അത് പാടില്ല. ഇത് ഹുഫ പാടില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്ത്രീകൾക്ക് പാടില്ല എന്ന് പറഞ്ഞത് എന്താണ്?
നിഖാബാണ്. നിഖാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോ പുരുഷന്മാർക്ക് ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ ഓരോ അവയവങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി തുന്നി തയ്യാറാക്കിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. അതല്ലാതെ എന്ത് ചെയ്യാം? ഒരു മേൽമുണ്ട് മേലെ ധരിക്കാം, അരമുണ്ടും ധരിക്കാം. അതാണ് പുരുഷന്മാർ ചെയ്യേണ്ടത്. സ്ത്രീകൾ നിഖാബ് എന്നുള്ളത് മുഖത്ത് മാത്രം ധരിക്കുന്ന വസ്ത്രമാണ്. മുഖം മറയ്ക്കാൻ വേണ്ടി പ്രത്യേകമായി ഉപയോഗിക്കുന്ന വസ്ത്രത്തിനാണെന്ന് പറയുക നിഖാബ്. അത് അവർ ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ മുഖം മറയ്ക്കരുത് എന്നുള്ളതല്ല. പിന്നെയോ അവർക്ക് മറ്റുള്ള വസ്ത്രങ്ങൾ കൊണ്ട് മുഖം മറയ്ക്കാം. എന്നാലും അടിസ്ഥാനപരമായി ഇഹ്റാമിൽ പ്രവേശിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാർ ഇല്ല എങ്കിൽ അവർ മുഖം വെളിപ്പെടുത്തുക എന്നുള്ളതാണ്, നമസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനം. എന്നാൽ പുരുഷന്മാർ ഞങ്ങളുടെ അരികിലൂടെ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? തലയിൽ ധരിക്കുന്ന വസ്ത്രം കൊണ്ട്, നിഖാബ് കൊണ്ടല്ല, തല മറയ്ക്കുന്ന വസ്ത്രം ഞങ്ങളുടെ മുഖത്തേക്ക് എന്ത് ചെയ്യുമായിരുന്നു? താഴ്ത്തിയിടുമായിരുന്നു. ഫഇദാ ജാവസ്ന കശഫ്ന, അങ്ങനെ ഞങ്ങൾ അവരെ വിട്ട് കടന്നാൽ എന്ത് ചെയ്യും? ഞങ്ങളത് വെളിപ്പെടുത്തുമായിരുന്നു. അപ്പൊ ഇതും അവർ എന്താണ്, ശരീരം മുഴുവനും മറയ്ക്കണം എന്നുള്ളതിലേക്കുള്ളതായ തെളിവുകളാണ്. അങ്ങനെ മറച്ചിരുന്നതായി വേറെയും ധാരാളം തെളിവുകളുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതായ ഹദീസിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയെ മരുഭൂമിയിൽ വെച്ച് കാണുമ്പോൾ ആദ്യമായി ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്യുന്നത് എന്താണ്? മുഖം മറച്ചു കളയുകയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ മുഖം എന്ത് ചെയ്തു? മറച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് സഫ്വാൻ എന്നെ കണ്ടിരുന്നു, അതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോൾ എന്ത് ചെയ്തത്? മനസ്സിലായത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അപ്പോ ഹിജാബിന്റെ ആയത്തിറങ്ങിയതിനു ശേഷം പുരുഷന്മാർ സ്ത്രീകളെ കാണുന്ന രീതി ഉണ്ടായിരുന്നില്ല എന്ന ഹദീസ് വളരെ വ്യക്തമാണ്. ഈ രീതിയിൽ സ്ത്രീകളുടെ ശരീരം മുഴുവനും എന്താണ്? ഔറത്താണ് എന്നുള്ളതാണ്. എന്നാൽ നമസ്കാരത്തിൽ അവർ മുഖവും അതേപോലെ തന്നെ മുൻകൈകളും എന്ത് ചെയ്യേണ്ടതില്ല? മറക്കേണ്ടതുമില്ല. ഹാദിഹി നുസൂസു വമാ ജാഅ ബിമഅനാഹ മിനൽ കിതാബി വസുന്നതി വഹിയ കസീറത്തുൻ ഷഹീറ. ഈ പറയുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന നുസൂസുകൾ ഖുർആനിന്റെയും ആയത്തിന്റെയും തെളിവുകൾ, അതേപോലെ ഇതേ ആശയത്തിൽ ഉള്ള ഖുർആനിലും സുന്നത്തിലും പ്രസിദ്ധമായി വന്നിരിക്കുന്ന വേറെയും തെളിവുകൾ തദുല്ലു അലാ അന്നൽ മർഅത കുല്ലഹാ ഔറ അമാമ റിജാലിൽ അജാനിബ്. അന്യപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീകൾ മുഴുവനും ഔറത്താണ് എന്നുള്ളതിലേക്ക് അറിയിക്കുന്നതാണ്. ലാ യജൂസു അൻ യുദ്ഹിറ മിൻ ബദനിഹാ ഷൈഉൻ ബിഹദറതിഹിം ഫി സ്വലാത്തി വഗൈരിഹ. അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഒന്നും തന്നെ നമസ്കാരത്തിലാകട്ടെ നമസ്കാരത്തിന് പുറത്താകട്ടെ അന്യപുരുഷന്മാർ വെളിപ്പെടുത്തുക എന്നുള്ളത് എന്തല്ല? അനുവദനീയമല്ല എന്നുള്ളതാണ്. അമ്മ ഇദാ സ്വല്ലത്തി ഫി മക്കാനിൻ ഖാലിൻ മിനൽ റിജാലിൽ അജാനിബ്. എന്നാൽ ഒരു സ്ത്രീ അന്യപുരുഷന്മാരില്ലാത്ത ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് നമസ്കരിക്കുകയാണ്, ഫഇന്നഹാ തക്ഷിഫു വജ്ഹഹാ ഫി സ്വലാ. അപ്പോൾ അവൾക്ക് നമസ്കാരത്തിൽ എന്ത് ചെയ്യാം? മുഖം വെളിപ്പെടുത്താം. ഫഹുവ ലൈസ ബിഔറത്തിൻ ഫി സ്വലാ. കാരണം മുഖം നമസ്കാരത്തിൽ ഔറത്തല്ല. ലാകിന്നഹു ഔറത്തുൻ ഇൻദ റിജാലി ഗൈരിൽ മഹാരിം. എന്നാൽ അന്യപുരുഷന്മാരായ മഹറമുകളല്ലാത്ത അന്യപുരുഷന്മാരുടെ അടുക്കൽ എന്താണ്? അത് ഔറത്താകും, നമസ്കാരത്തിലാണെങ്കിലും. ഫലാ യജൂസു നദറുഹും ഇലൈഹി. അതിലേക്ക് നോക്കുക എന്നുള്ളതും എന്തല്ല? അനുവദനീയമല്ല. അപ്പോൾ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവനും ഔറത്താണ് എന്നുള്ളതാണ്. എന്നാൽ ചില ഉലമാക്കൾ ഇത് നിർബന്ധമായും മറക്കേണ്ടതില്ല, അന്യപുരുഷന്മാരുടെ മുന്നിൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അവർ ധാരാളം പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അവരെല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു സ്ത്രീ അവരുടെ മുഖം തുറന്നിടുന്നത് മുഖേന ഫിത്രി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവൾ മറക്കൽ അതെന്താണ്? നിർബന്ധമാണ്. ആ സമയത്ത് പിന്നീടുന്നില്ല. അപ്പോൾ അത് മുസ്തഹബല്ല. സുന്നത്താണ് മുഖം മറക്കൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഉലമാക്കളും ഫിത്തനയെ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ അപ്പോൾ മുഖം മുഴുവനും മറക്കൽ നിർബന്ധമാണ് എന്നുള്ളതിലെന്തില്ല? ഉലമാക്കൾക്ക് ഖിലാഫില്ല. ഫിത്തനയെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എന്ത് ചെയ്യുന്നു? ഈ സ്ത്രീയുടെ മുഖത്ത് നോക്കി അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നു. എന്ത് കണ്ടാൽ എന്താണ്? അത് ഫിത്തനയെ ഭയപ്പെടലാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ വഴി നീളെ
തമ്മാടികളായ, മദ്യപാനികളായ പല പല ആളുകൾ, തോന്നിയവാസികൾ വഴി നിറയുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ സ്ത്രീകൾ അവരുടെ മുഖം മറയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ്. ആധുനികരായ പണ്ഡിതന്മാർ ഈ ഹുക്മ പറയാൻ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി അതാണ്. അതെന്താണ്? ഫിത്നയെ ഭയപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. അതുകൊണ്ട് അത് നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത്. ഇനി വഇന്നഹു ലമിനൽ മുഅ്സിഫി അൽ മുഹ്സിനി മാ വസല ഇലൈഹി കസീറുൻ മിൻ നിസാഇൽ അസ്ലിൽ മുസ്ലിമാത്ത്. വളരെ ഖേദകരമായ, ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ധാരാളം മുസ്ലിം സ്ത്രീകൾ ചെന്നുപെട്ടിരിക്കുന്നതായ ഒരവസ്ഥ. മിൻ തഹത്തുക്കിൻ വ തസാഹുലിൻ ഫി സത്ർ. മറ സ്വീകരിക്കുന്നതിനെ തൊട്ട് അവർ എന്ത് ചെയ്തിരിക്കുന്നു? തസാഹുല് കാണിക്കുന്നു. ഒരു രീതിയിലെ ശ്രദ്ധയും അവർ കാണിക്കാതെ മറ പിച്ചു ചിന്തുന്നു, തഹത്തുക്ക് ചെയ്യുന്നു എന്നുള്ളത്. വതസാബുഖിൻ ഇലാ ഇബ്റാസി മഫാതിനിഹിന്ന. ഫിത്നയെ ഭയപ്പെടുത്തുന്നതായ, ഉണ്ടാക്കുന്നതായ കാര്യങ്ങൾ വരെയും അവരെന്ത് ചെയ്യുന്നു? വെളിപ്പെടുത്തുന്നതിൽ മാത്സര്യം കാണിക്കുന്നു. വത്തിഖാദിൽ ലിബാസില്ലദി ലാ യസ്തുർ. ഔറത്ത് മറയ്ക്കാത്തതായ വസ്ത്രങ്ങൾ അവർ സ്വീകരിക്കുന്നു. തഖ്ലീദൻ ലിനിസാഇൽ കഫറത്തി വൽ മുർത്തദ്ദീൻ. കുഫാറുകളായ, മതനിഷേധികളായ, ഇസ്ലാം വിട്ടുപോയിരിക്കുന്ന ആളുകളെ പിന്തുടരുന്നതായ നിലയിൽ. ഫലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് എന്ന് മുസന്നിഫ് റഹ്മത്തുള്ളാഹി പറയാണ്. എന്നിട്ട് പറയുന്നു, ഇന്നല്ലാഹ തആല ഖദ് അമറ ബിഖദരിൻ സായിദിൻ അലാ സത്രിൽ ഔറത്തി ഫിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തിൽ ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല കൽപ്പിച്ചിരിക്കുന്നത്, ഔറത്തിന്റെ പരിധിയേക്കാൾ കൂടുതൽ മറക്കുക എന്നുള്ളതാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. വഹുവ അഖ്ദു സീന. സീനത്ത്, നിങ്ങൾ അഴക് എന്ത് ചെയ്യണം? അണിയണം, അതായത് ഭംഗിയാകണം എന്നാണ് പറഞ്ഞത്. ഖുദു സീനതകും യാ ബനി ആദമ ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ഓരോ നമസ്കാരത്തിന്റെ സമയത്ത് നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം 1000 ദിർഹം കൊടുത്ത് ഒരു റിദാ, മേൽവസ്ത്രം വാങ്ങിയെന്നാണ്. ഈ ആയത്ത് ഇറങ്ങിയതിനു ശേഷം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു 1000 ദിർഹം കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു വസ്ത്രം വാങ്ങി. ഇതിനു വേണ്ടി? നമസ്കാരത്തിന് വേണ്ടിയിട്ട്. നമസ്കാരത്തിൽ അണിഞ്ഞൊരുങ്ങാൻ പ്രത്യേകമായി കൊണ്ടെന്ത് ചെയ്തു? നല്ല വസ്ത്രം തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മൗല, അദ്ദേഹത്തിന്റെ സേവകനായിരുന്നയാൾ, അദ്ദേഹം തലമറയ്ക്കാതെ നമസ്കരിക്കുന്നത് കണ്ടു. അപ്പോ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങുന്നത് എങ്ങനെയാണ്? തലപ്പാവ് ധരിച്ചുകൊണ്ടാണ്. അപ്പോ ഇത് കണ്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഈ രീതിയിൽ തല തുറന്നിട്ടുകൊണ്ട് നീ പുറത്തിറങ്ങി നടക്കുമോ എന്ന് ചോദിച്ചു. അതായത് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഒരാൾ എങ്ങനെയാണോ ഭംഗിയാവുക, അതേപോലെ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഭംഗിയാകേണ്ടതുണ്ട്. അവർ സാധാരണ രീതിയിൽ ഏത് രീതിയിലാണോ ഭംഗിയാവുക, ആ ഭംഗിയാകുന്ന വസ്ത്രം ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ കേവലം പറയപ്പെട്ടിരിക്കുന്ന ഔറത്തിന്റെ പരിധി മാത്രം മറയ്ക്കുക എന്നുള്ളതല്ല, പിന്നെയോ ഭംഗിയാവുക, ഏറ്റവും നല്ല ഭംഗിയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഫഅമറ ബിഅഖ്ദി സീനതി ലാ ബിസത്രിൽ ഔറത്തി ഫഖത്ത്. കേവലം ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഭംഗിയാവുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ കൽപ്പന. മിമ്മ യദുല്ലു അലാ അന്നൽ മുസ്ലിമ യൻബഗി ലഹു അൻ യൽബിസ അഹ്സന സിയാബിഹി വഅജ്മലഹാ ഫിസ്സലാ. ഇത് അറിയിക്കുന്നത് ഒരു മുസ്ലിമിന് അനിവാര്യമാണ് നമസ്കാരത്തിന്റെ സമയത്ത് അവൻ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. ഏറ്റവും നല്ല വസ്ത്രം ഏതാണോ, ഭംഗിയുള്ള വസ്ത്രം ഏതാണോ, അതായിരിക്കണം അവൻ ധരിക്കേണ്ടത്. എന്തിനാണ്? ലിൽ വുഖൂഫി ബൈന യദയില്ലാഹി തബാറക വ തആല. അവൻ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാനാണ് പോകുന്നത്, അള്ളാഹുമായിട്ട് സംസാരിക്കുകയാണ്. ഫാത്തിഹയിലൂടെ, മറ്റ് അദ്കാറുകളിലൂടെ അള്ളാഹുവിനോട് അവന്റെ കാര്യങ്ങൾ പറയാൻ, അപേക്ഷിക്കാൻ പോവുകയാണ്. അപ്പൊ ഏറ്റവും നല്ല വസ്ത്രം അള്ളാഹുവിന്റെ മുന്നിൽ ധരിക്കുക എന്നുള്ളതാണ്. ഫയകൂനുൽ മുസല്ലി ഫി ഹാദൽ മൗഖിഫി അലാ അക്മലി ഹൈഅത്തിൻ ളാഹിറൻ വബാത്തിന. അപ്പോൾ ഒരു മുസല്ലി, നമസ്കരിക്കുന്നവൻ, അള്ളാഹുവിന്റെ മുന്നിൽ ബാഹ്യമായും ആന്തരികമായും ഏറ്റവും നല്ല അവസ്ഥയിലാവും. വുദൂ ചെയ്ത് ശുദ്ധിയോടെ, നല്ല നിയ്യത്തോടെ, മനസ്സിനെ ശുദ്ധീകരിച്ച് നല്ല ഉടയാടകൾ ധരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ അവനായിത്തീരുന്നു. ഈ രീതിയിൽ എന്ത് ചെയ്യണം? വസ്ത്രം ഭംഗിയായിക്കൊണ്ട് ധരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ഒരു വിഷയം കൂടി മുസ്ലിം റഹ്മത്തുള്ളാഹി അതോട് സൂചിപ്പിച്ചിട്ടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം
അവർക്ക് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം മറയ്ക്കുക എന്നുള്ളതാണെന്ത് നിർബന്ധമായത്. എന്നാൽ അവരുടെ തോള് വെളിപ്പെടുത്തുന്നതിന്റെ ഹുക്കം എന്താണ്? മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം മാത്രം ധരിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ നമസ്കാരം സ്വഹിയാകുമോ? ചില ഉലമാക്കളുടെ അടുക്കൽ എന്താണ് ഈ ഭാഗം ചുമല് ഈ ഭാഗം മറയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്നാണ് ചില ഉലമാക്കൾ. എന്നാൽ ബഹുഭൂരിപക്ഷം ഉലമാക്കൾ പറയുന്നത് എന്താണ്? അത് സുന്നത്ത് മാത്രമാണ്, മുസ്തഹബായ കാര്യമാണ്. ചില ഉലമാക്കൾ മൂന്നാമതൊരു അഭിപ്രായം പറയുന്നുണ്ട്. ഒരാൾക്ക് വസ്ത്രം ധരിക്കാനുള്ള വസ്ത്രമുണ്ട്, മേൽവസ്ത്രം ധരിക്കാനുള്ള ശേഷി അവനുണ്ട് എങ്കിൽ അതെന്താണ് നിർബന്ധമാണ്. അതില്ലാത്ത ഒരാളാണ് എങ്കിൽ അവനെന്തില്ല നിർബന്ധമില്ല. ഇങ്ങനെ മൂന്ന് അഭിപ്രായം ആ വിഷയത്തിലുണ്ട്. ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം എന്താണ്? അതാണ് പ്രബലമായ അഭിപ്രായം. അതെന്താണ്? സുന്നത്താണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് പുരുഷന്മാർ ചെയ്യേണ്ടത്. ഇതാണ് ഔറത്ത് മറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മുസന്നിഫ് റഹിമഹുല്ല കൊണ്ടുവരുന്നിരിക്കുന്നത്. ഇനി നജസിനെ വെടിയുക എന്നുള്ളതാണ് അടുത്ത ഷർത്ത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കാം. അള്ളാഹു കാര്യങ്ങളെ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ കമാ റബ്ബൗനാ സിഗാറാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ഈ വിഷയത്തിൽ?